ഹായ് ഓൾ, ഒരു നമ്പർ തന്നാൽ എങ്ങനെ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണെന്ന് ചോദിച്ചാൽ ഏത് രണ്ട് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്, അതായത് ഏതിന്റെ സ്ക്വയർ ആണ് 4 എന്നുള്ളതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് മീൻ ചെയ്യുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്താണ്? 2 ആണ്. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയെങ്കിൽ ഒരു ലാർജർ നമ്പർ തന്നിട്ട് അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, രണ്ട് ലോങ് ഡിവിഷൻ മെത്തേഡ്, മൂന്ന് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, ലോങ് ഡിവിഷൻ മെത്തേഡ്, റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ആ നമ്പറിനെ ഏത് നമ്പറിന്റെ ആണോ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണേ ആ നമ്പറിനെ ഫാക്ടറൈസ് ചെയ്യും. ഏത് നമ്പറിന്റെ ആണോ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണ്ടേ ആ നമ്പറിനെ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്ത് ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് അതിനെ എഴുതാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 6ഉം ഉണ്ട്, 2ഉം 3ഉം ഉണ്ട്. അങ്ങനെ 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് ആണ് 1ഉം 6ഉം. 2 × 3 എന്ന് പറഞ്ഞാലും 6 ആണ്. അപ്പോൾ 6ന്റെ ഫാക്ടേഴ്സ് ആണ് 2ഉം 3 എന്ന് പറയും. ഗിവൺ നമ്പറിനെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുന്നതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഒരു പ്രൈം നമ്പർ ആണ്. 2ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം ആണ്. കാരണം 1 × 2 എന്ന് മാത്രമേ നമുക്ക് 2നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു നമ്പറിന്റെയും പ്രൊഡക്റ്റ് ആയിട്ട് 2നെ എഴുതാൻ പറ്റത്തില്ല. 5 ഒരു പ്രൈം നമ്പർ ആണ്. 5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 5 എന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. 1ഉം 5ഉം മാത്രമേ അതിന്റെ ഫാക്ടേഴ്സ് ഉള്ളൂ. 7 ഒരു പ്രൈം നമ്പർ ആണ്. അതും എന്താണ്? 1 × 7 മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. 1ഉം 7ഉം മാത്രമാണ് അതിന്റെ ഫാക്ടേഴ്സ്. 9 ഒരു പ്രൈം നമ്പർ ആണോ? 9 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 9 എഴുതാം. ഇപ്പൊ 1ഉം 9ഉം അതിന്റെ ഫാക്ടേഴ്സ് ആണ്. 3 × 3 എഴുതാം. അപ്പൊ 3ഉം അതിന്റെ ഒരു ഫാക്ടർ ആണ്. ഇങ്ങനെ പല നമ്പേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് 9നെ എക്സ്പ്രസ് ചെയ്യാം. 1ഉം 9ഉം 3ഉം ഒക്കെ 9ന്റെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ 12 നോക്കിയാലോ? 12നെ നമുക്ക് 4 × 3 എഴുതാം. അപ്പൊ 4ഉം 3ഉം ഫാക്ടർ ആണ്. 2 × 6 എന്ന് എഴുതാം. അപ്പൊ 2ഉം 6ഉം ഫാക്ടർ ആണ്. 1 × 12 എന്ന് എഴുതാം. 1ഉം 12ഉം ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ 4ഉം 3ഉം 2ഉം 6ഉം 1ഉം 12ഉം എല്ലാം എന്താണ്? 12ന്റെ ഫാക്ടേഴ്സ് ആണ്. 9ന്റെ ഫാക്ടേഴ്സ് 1, 3, 9 ഒക്കെ 9ന്റെ ഫാക്ടേഴ്സ് ആണ്. ബട്ട് ഈ പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞ 2, 5, 7 ഒക്കെ എന്തൊക്കെയേ ഉള്ളൂ ഫാക്ടേഴ്സ്? 1ഉം ആ നമ്പറും മാത്രമേ അതിന് ഫാക്ടർ ആയിട്ടുള്ളൂ. 1ഉം ആ നമ്പറും മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളതിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 1ഉം ആ നമ്പറും അല്ലാതെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെ വിളിക്കുന്നതാണ് കോമ്പോസിറ്റ്. 1ഉം ആ നമ്പറും മാത്രം ഫാക്ടേഴ്സ് ഉള്ളതിനെയാണ് പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. 2, 5, 7, 11, 13, 17, 19 ഇതൊക്കെയും എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സ് ബിലോ 20 എന്ന് പറയുന്നത് 2, 5, 7, 11, 13, 17, 19 ഒക്കെയാണ്. ഇനി നമുക്ക് സ്ക്വയർ റൂട്ട് പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ക്വയർ റൂട്ട് ഓഫ് 400 ആണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ ഈ 400 എന്നുള്ള നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2 ആണ്. 2, 5, 7, 11, 13, 17, 19 ഒക്കെയാണ് പ്രൈം നമ്പേഴ്സ് ബിലോ 20 എന്ന് പറയുന്നത്. ലോവസ്റ്റ് നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ലോവസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 2 ആണ്. 2 വെച്ച് 400 ഡിവിസിബിൾ ആണോ? ആണെങ്കിൽ 2 വെച്ച് നമുക്ക് ചെയ്യാം. 400 എന്നുള്ളത് 2 വെച്ച് ഡിവിസിബിൾ ആണല്ലോ. 2 2s are 4 ആണ്. 200 × 2 എന്ന് പറയുന്നതായിരിക്കും 400. ഫസ്റ്റ് നമ്മൾ 400നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അടുത്തത് 200 ആണ്. 200 2 വെച്ച് ഡിവിസിബിൾ ആണല്ലോ. 200 ഡിവൈഡ് ബൈ 2 നോക്കി ഇപ്പൊ എന്താണ്? 100 വരും. 100ഉം 2 വെച്ച് ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ 250. 50ഉം 2 വെച്ച് ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ 225. എന്നുള്ളത് 2 വെച്ച് ഡിവിസിബിൾ ആണോ?
അല്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 3 ആണ്. 3 വെച്ച് ഡിവിസിബിൾ ആണോ 25 എന്നുള്ളത്? അല്ല. നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 5 ആണ്. 5 വെച്ച് ഡിവിസിബിൾ ആണോ? അതെ. നമ്പർ എൻഡ് ചെയ്യുന്നത് 5-ലാണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് 5 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. നമുക്ക് 25 5 വെച്ച് ഡിവൈഡ് ടു 5 എന്ന് പറയുന്നതാണ് 25 എന്നുള്ളത് 2 വെച്ച് ഡിവിസിബിൾ അല്ല, 3 വെച്ച് ഡിവിസിബിൾ അല്ല, 5 വെച്ച് ഡിവിസിബിൾ ആണ് 1. നമ്മൾ 400-നെ ഫാക്ടറൈസ് ചെയ്തു. എങ്ങനെ? 2 into 2 into 2 into 2 into 5 into 5. 400 എന്നുള്ള നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 into 2 into 2 into 2 into 5 into 5 കിട്ടി. അപ്പോൾ നമ്മൾ 400-നെ ഫാക്ടറൈസ് ചെയ്തു. ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പെയർ ആക്കുക. 2 അതായത് രണ്ടെണ്ണം സെയിം നമ്പേഴ്സ് രണ്ടെണ്ണത്തിൻ്റെ ഗ്രൂപ്പ് ആക്കാം. 2 2s ഉണ്ട്, അപ്പം നമുക്കത് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെയും 2 2s ഉണ്ട്, അത് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെയും 2 5s ഉണ്ട്, അതും ഗ്രൂപ്പ് ചെയ്യാം. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരു നമ്പർ എടുക്കുക എന്ന് പറയുന്നത് ഈ പെയർ എന്ന് പറയുന്നത് 2 ഇന്നർ പെയറാണ്. അതിന് 2 എന്ന് എടുത്ത് എഴുതാം. അടുത്ത പെയർ എന്ന് പറയുന്നത് 2 ആണ്, അപ്പോൾ അതും നമുക്ക് 2 എന്ന് എഴുതാം. അടുത്ത പെയർ 5-ൻ്റെ ആണ്, അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് പറയുന്നത് 2 into 2 into 5 ആയിരിക്കും. 2 into 2 4, 4 into 5 20. 400-ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 20 ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക. എന്നിട്ട് രണ്ടെണ്ണം വീതം ഗ്രൂപ്പ് ചെയ്യുക. പെയർ എടുക്കുക. പെയർ എടുക്കുന്ന 2 വരും. ഇവിടുന്ന് പെയർ 2-ൻ്റെ ആണ്, ഇവിടുന്ന് പെയർ 5-ൻ്റെ ആണ്. അപ്പോൾ ആൻസർ 2 into 2 into 5 എന്നായിരിക്കും. ഇതുപോലെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിന് പെയർ ഇല്ലെങ്കിൽ അതെന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കത്തില്ല. ഇപ്പോൾ സപ്പോസ് ഇവിടെ 5-ന് പെയർ ഇല്ല, ഒരു 5-ഉം കൂടെ ഉണ്ട്, ആ 5-ന് പെയർ ഇല്ല എങ്കിൽ നമ്മൾ ആൻസറിനകത്ത് എഴുതുമ്പോൾ പെയർ ഇല്ലാത്ത നമ്പറിനെ സ്ക്വയർ റൂട്ട് ഓഫ് 5 എന്ന് എഴുതണം. 20√5 എന്നായിരിക്കും വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 3600. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 3600. ഫസ്റ്റ് എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 3600-നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ്? ലോവസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്. 2 വെച്ച് 3600 ഡിവിസിബിൾ ആണോ? ഡിവിസിബിൾ ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്യും. 3600 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്താണ്? 2 1 പ്രാക്ട് ചെയ്യുമ്പോൾ 1 വരും. 16 വരും. 8 into 2 16 ആണ്. 10 2 zeros ഉണ്ട്, അപ്പോൾ 1800 വരും. 1800 എന്നുള്ളത് 2 വെച്ച് ഡിവിസിബിൾ ആണോ? ചെയ്ത് നോക്കാം. 1800 ഡിവൈഡഡ് ബൈ 2 9 2s are 18 ആണ്. 10 2 zeros 900 വരും. 900 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്ത് വരും? 900 2 വെച്ച് ഡിവിസിബിൾ ആണോ? 900 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. 900 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്താണ്? 4 into 2 8 1 remainder 10 5 2s are 10 then 0 4 15 10 450 എന്നുള്ളത് 2 വെച്ച് ഡിവിസിബിൾ ആണോ? 450 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. 450 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എന്താണ്? 2 2s are 4 5 2 2s are 4 1 remainder 0 വരുമ്പോൾ 10 വരും. 5 2s are 10 225 എന്ന് വരും. 10 5-ലാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ 2 വെച്ച് ഡിവിസിബിൾ അല്ല, 3 വെച്ച് ഡിവിസിബിൾ അല്ല. 5-ലാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് 5 വെച്ച് ഡിവിസിബിൾ ആണെന്ന് അറിയാലോ. 4 5s are 20 2 remainder 25 എന്ന് വരും. 25 എന്ന് പറയുന്നത് 5 5s are 25 ആണ്. 45 എന്നുള്ളത് വെച്ച് ഡിവിസിബിൾ ആണ്. 9 5s are 45 ആണ്. 9 എന്നുള്ളത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പോൾ 3 3s are 9 ആണ്. 3 എന്നുള്ളത് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 നമ്മൾ അങ്ങനെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് 180 വരെ ഫാക്ടറൈസ് ചെയ്തു. 3600-നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2 into 2 2 into 2 5 into 5
3 into 3. 1600 ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 2 into 2 into 2 into 2 into 5 into 5 into 3 into 3 കിട്ടും. ഇനി 3600 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ പെയർ ആക്കണം. പെയർ ചെയ്യുമ്പോൾ എന്താണ്? 2 ഉണ്ട്, നെക്സ്റ്റ് പെയർ എന്ന് പറയുന്നത് 2, നെക്സ്റ്റ് പെയർ 5, നെക്സ്റ്റ് പെയർ 3. 2 into 2 into 5 into 3 എന്ന് പറയും. 2 into 3 6, 2 into 5 10, 2 3s are 6, 2 5s are 10, so 6 10s are 60. 3600 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 60. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 2025. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 2025. പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറയുന്നത് ലോവസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. 3 വെച്ച് ഡിവിസിബിൾ ആണോ? 3 വെച്ച് ഡിവിസിബിൾ ആണോ? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ്? 2025 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 7 3s are 21 ആണ്. എന്താണ്? 6 3s are 18. 2 റിമൈൻഡർ 22 എന്ന് വരും. 7 3s are 21, 1 remainder, and 5 15, 5 3s are 15, remainder 0. അപ്പോൾ 2025 എന്നുള്ളത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? പ്രൈം നമ്പർ 3 എടുക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 675 കിട്ടി. ദെൻ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 675 എന്നുള്ളത് 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 2 3s are 6, 7, 2 3s are 6, 1 remainder 15, 5 3s are 15, remainder 0. 225. 675 3 വെച്ച് ഡിവിസിബിൾ ആണ്. ആൻസർ 225 എന്ന് വരും. 225 എന്നുള്ളത് 3 വെച്ച് ഡിവിസിബിൾ ആണോ? 225 divided by 3, 7 3s are 21, 1 remainder 15, 5 3s are 50. അപ്പോൾ 225 എന്നുള്ളത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 75 കിട്ടും. 75 എന്നുള്ളത് 3 വെച്ച് ഡിവിസിബിൾ ആണ്. 75 divided by 3, 2 3s are 6, 1 remainder 15, 5 3s are 15. അപ്പോൾ 75 നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. നമുക്ക് കിട്ടുന്നത് 25 ആയിരിക്കും. 25 എന്നുള്ളത് 3 വെച്ച് ഡിവിസിബിൾ അല്ല. 5 5s are 25 ആണ്. അപ്പോൾ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം ആണ്. 5നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ 2025നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ 3 into 3 into 3 into 3 into 5 into 5. ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? പെയർ ചെയ്യാം. 3 5. 3യുടെ തന്നെ 2 പെയർസ് ഉണ്ട്. അപ്പോൾ 3 into 3 and 5ന്റെ ഒരു പെയർ ഉണ്ട്. അപ്പോൾ 5. 3 into 3 into 5 എന്ന് വരും. എത്രയാണ്? 3 into 3 9, 9 into 5 45. 2025ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 45 ആയിരിക്കും. അടുത്ത നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 7056 നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 7056. ഫസ്റ്റ് നമുക്ക് അതില്ല 7056നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 2 വെച്ച് ഡിവിസിബിൾ ആണോ? എൻഡ് ചെയ്യുന്നത് 6ലാണ്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. 2 3s are 6, 1 remainder 10 എന്ന് വരും. 10 വരുമ്പോൾ 5 2s are 10 ആണ്. 5 ആണ്. 2 2s are 4, 1 remainder 16 എന്ന് വരും. 8 2s are 16. 7056നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 3528 എന്ന് കിട്ടി. ഇത് എൻഡ് ചെയ്യുന്നത് ഒരു ഈവൻ നമ്പറിലാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? 2 വെച്ച് അത് ഡിവിസിബിൾ ആയിരിക്കും. 1 2s are 2, 1 remainder 15 വരും. 7 2s are 14, 1 remainder 12 എന്ന് വരും. 6 2s are 12, 8 4 2s are 8. എൻഡ് ചെയ്യുന്നത് ഈവൻ നമ്പറിലാണ്. അതുകൊണ്ട് 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും. 2ന്റെ ടേബിളിനകത്ത് 17 ഉണ്ടോ? ഇല്ല. എന്താണ്? 16 ഉണ്ട്. 8 2s are 16 ആണ്. 1 remainder
16 എന്ന് വരും 16 8 2s are 16 and 4 ആണ് 2 2s are 4 എൻഡ് ചെയ്യുന്നത് 2ലാണ് ഈവൻ നമ്പർ ആണ് അപ്പോൾ 2 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും 4 2s are 8 4 2s are 8 1 2s are 2 എൻഡ് ചെയ്യുന്നത് 1ലാണ് അതുകൊണ്ട് 2 വെച്ച് ഡിവിസിബിൾ അല്ല 3 വെച്ച് ഡിവിസിബിൾ ആണോ 3 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കാനുള്ള ടെസ്റ്റ് എന്താണ് എല്ലാ ഡിജിറ്റും ആഡ് ചെയ്ത് നോക്കാം എല്ലാ ഡിജിറ്റും ആഡ് ചെയ്യുമ്പോൾ എന്താണ് 4 + 4 + 1 4 + 4 8 8 + 1 9 കിട്ടിയത് 3യുടെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ 9 എന്നുള്ളത് 3യുടെ മൾട്ടിപ്പിൾ ആണ് അതുകൊണ്ട് 3 വെച്ച് ഇത് ഡിവിസിബിൾ ആയിരിക്കും 3 വെച്ച് ഡിവിസിബിൾ ആണ് 441 divided by 3 ചെയ്യുമ്പോൾ എന്താണ് 1 3s are 3 1 remainder 14 4 3s are 12 2 remainder 21 7 3s are 21 147 147 എന്നുള്ളത് 2 വെച്ച് ഡിവിസിബിൾ അല്ല കാരണം എന്താണ് എൻഡ് ചെയ്യുന്നത് 7ലാണ് അതുകൊണ്ട് 2 വെച്ച് ഡിവിസിബിൾ അല്ല 7 ഒരു ഓഡ് നമ്പർ ആണ് അതുകൊണ്ട് 2 വെച്ച് ഡിവിസിബിൾ അല്ല 10 3 വെച്ച് ഡിവിസിബിൾ ആണോ നോക്കാൻ എന്താണ് ആഡ് ചെയ്യുക ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 1 + 4 5 5 + 7 12 12 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണല്ലോ അതുകൊണ്ട് 3 വെച്ച് ഡിവിസിബിൾ ആയിരിക്കും 3 വെച്ച് ഡിവൈഡ് ചെയ്തു എന്താണ് 4 3s are 12 3യുടെ ടേബിളിനകത്ത് 14 ഉണ്ടോ ഇല്ല പിന്നെന്താണ് 12 ഉണ്ട് 4 3s are 12 ആണ് അപ്പോൾ 2 remainder 27 9 3s are 27 അപ്പോൾ 49 എന്ന് വരും 147 divided by 3 ചെയ്യുമ്പോൾ 49 വരും 49 എന്നുള്ളത് 7ന്റെ സ്ക്വയർ ആണ് അതുകൊണ്ട് 2 വെച്ചും പറ്റത്തില്ല 3 വെച്ചും പറ്റത്തില്ല 5 വെച്ചും പറ്റത്തില്ല എന്ത് വെച്ചേ പറ്റുള്ളൂ 7 വെച്ചേ പറ്റുള്ളൂ അപ്പം 7 7s are 49 ആണ് 7 7 7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം അപ്പം 1 വരും 7056നെ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 2 × 2 × 2 × 2 × 3 × 3 × 7 × 7 ഇതിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ പെയറായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താണ് 2ന്റെ 2 പെയർസ് ഉണ്ട് 3യുടെ ഒരു പെയറുണ്ട് 7ന്റെ ഒരു പെയറുണ്ട് അപ്പോൾ 2 × 2 × 3 × 7 ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട് 2 × 2 4 × 3 × 7 21 21 × 4 84 7056ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 84 ആയിരിക്കും പ്രൈം ഫാക്ടറൈസേഷൻ യൂസ് ചെയ്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുക എന്നിട്ട് പെയർ ആക്കുക എത്ര പേരുണ്ടോ ഓരോ പേരെയും ഓരോ നമ്പർ വീതം എടുക്കുക മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മെത്തേഡുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ